കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്ലെയിൻ ഷീറ്റ് കൊണ്ടുണ്ടാകുന്ന ചാർജ് ഡെൻസിറ്റി സിഗ്മയുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് കൊണ്ട് അതിന് ചുറ്റുമുള്ള സ്പേസിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷനാണ് ഗോസ് തിയറം ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തത്. എന്തായിരുന്നു ആ ഇക്വേഷൻ? E=σ/ε0. ഇന്ന് നമ്മൾ അതുപോലുള്ള രണ്ട് ഷീറ്റുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഒന്നിൻ്റെ ചാർജ് ഡെൻസിറ്റി σ1, രണ്ടാമത്തെ ചാർജ് ഡെൻസിറ്റി σ2. ഈ രണ്ട് ഷീറ്റുകൾ പാരലലായിട്ട് കീപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇവയോട് അടുത്തുള്ള റീജിയനുകൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു: റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. ഈ മൂന്ന് റീജിയനിലും ഈ രണ്ട് ഷീറ്റുകളും കൂടി ഉണ്ടാക്കുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിനുള്ള ഇക്വേഷൻസാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം നമ്മൾ റീജിയൻ 1 കൺസിഡർ ചെയ്യുന്നു. റീജിയൻ 1 ഫസ്റ്റ് പോസിറ്റീവ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡുണ്ട്, E1 എന്ന് നമുക്ക് തന്നെ വിളിക്കാം. അതിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണ്, പോസിറ്റീവ് ചാർജിൽ നിന്ന് പോയിന്റിലേക്ക്, അപ്പോൾ ലെഫ്റ്റിലേക്കാണ്. അതുപോലെ രണ്ടാമത്തെ ഷീറ്റ് മൂലവും ഈ റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡുണ്ട്. രണ്ടാമത്തെ ഷീറ്റും പോസിറ്റീവ് ആയതുകൊണ്ട് ഷീറ്റിൽ നിന്ന് പോയിന്റിലേക്ക് അവിടെയും ലെഫ്റ്റിലേക്കാണ്. റീജിയൻ 1 E1ഉം E2ഉം ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മാണ്. രണ്ടും ഒരു ഡയറക്ഷനായതുകൊണ്ട് നമുക്കവയെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ E1ൻ്റെ ഇക്വേഷൻ എന്താ? E1 കാണാനുള്ള ഇക്വേഷൻ σ1/2ε0. E2 കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? E2 will be equal to σ2/ε0. So the total field in region 1 will be E1 plus E2, that is σ1/2ε0 plus σ2/2ε0. രണ്ടിനും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്റർ ഒന്നായിട്ട് എഴുതാം, ഒന്നിച്ച് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സോ ദ ഇക്വേഷൻ ബിക്കം σ1 plus σ2/2ε0. ഇതാണ് റീജിയൻ 1 റിസൾട്ടൻറ്റ് ഫീൽഡിനുള്ള ഇക്വേഷൻ. നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. രണ്ട് ഷീറ്റ് കൊണ്ട് ഫീൽഡുണ്ട്, രണ്ട് ഷീറ്റും പോസിറ്റീവാണ്. അതുകൊണ്ട് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? രണ്ടിടത്തും ഷീറ്റിൽ നിന്ന് പോയിന്റിലേക്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് വരും. ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അവയെ ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ E1 plus E2, E1ൻ്റെ വാല്യൂ σ1/2ε0, E2ൻ്റെ വാല്യൂ σ2/2ε0. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. then we'll get E is equal to σ1 plus σ2/2ε0. ഇതാണ് റീജിയൻ 1ൻ്റെ അവസ്ഥ. അവിടുത്തെ ടോട്ടൽ ഫീൽഡിനുള്ള ഇക്വേഷനാണിത്. ഇനി നമുക്ക് റീജിയൻ 2 വരാം. റീജിയൻ 2 ഒരു പ്രത്യേകത, ഫസ്റ്റ് ഷീറ്റ് ഈ റീജിയൻ 2 പോയിന്റുകളുടെ ലെഫ്റ്റിലായിട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ E1 എന്നുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ഈ ഫസ്റ്റ് ഷീറ്റിൽ നിന്ന് പോയിന്റുകളിലേക്ക്, അതായത് റൈറ്റിലേക്കായിരിക്കും E1ൻ്റെ ഡയറക്ഷൻ. രണ്ടാമത്തെ ഷീറ്റും പോസിറ്റീവ് ചാർജാണ്. ഇപ്പോൾ റീജിയൻ 2 അതിൻ്റെ ലെഫ്റ്റിലല്ലേ, അതുകൊണ്ട് ഇവിടെ ഈ റീജിയനിൽ ഈ ഷീറ്റ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ E2 ലെഫ്റ്റിലേക്കാണ്, പക്ഷേ E1 റൈറ്റിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇവയുടെ വെക്റ്റർ സം എടുക്കുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. നമ്മൾ σ1 ആണ് σ2വിനേക്കാൾ കൂടുതലെങ്കിൽ, ഇഫ് σ1 ഈസ് ഗ്രേറ്റർ ദാൻ σ2, E1 വിൽ ബി ഗ്രേറ്റർ ദാൻ E2. അപ്പോൾ E1 മൈനസ് E2 ചെയ്യണം. അപ്പോൾ E1ന് പകരം σ1/2ε0, E2ന് പകരം σ2/2ε0. E1 മൈനസ് E2 ചെയ്യുമ്പോൾ σ1 മൈനസ് σ2/2ε0, കോമൺ ഡിനോമിനേറ്റർ 2ε0. ഇതാണ് റീജിയൻ 2 അവസ്ഥ. ഇനി റീജിയൻ 3 എന്ന് പറയുന്നത് രണ്ട് ഷീറ്റിൻ്റെയും റൈറ്റ് സൈഡിലാണ്. ആ സൈഡിൽ വരുമ്പോൾ ഫസ്റ്റ് ഷീറ്റ് കൊണ്ടുള്ള ഫീൽഡ് ഷീറ്റിൽ നിന്ന് പോയിന്റിലേക്ക്, അതായത് റൈറ്റിലേക്ക്. അതുപോലെ തന്നെ സെക്കൻഡ് ഷീറ്റ് കൊണ്ടുള്ള ഫീൽഡും ഷീറ്റിൽ നിന്ന് പോയിന്റിലേക്ക്, അതും റൈറ്റിലേക്കാണ്. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് റൈറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി E1 plus E2, ദാറ്റ് ഈസ് σ1/2ε0 plus σ2/2ε0. ഇതാണ് റീജിയൻ 3 ടോട്ടൽ ഫീൽഡിനുള്ള ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, റീജിയൻ 1 റീജിയൻ 3 മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. σ1 plus σ2/2ε0 ആണ്.
രണ്ടിടത്തും ഫീൽഡുകൾ ഒരേ ഡയറക്ഷനിലാണ് വരിക, അതുകൊണ്ട് അത് രണ്ടും ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇടയ്ക്ക് ഉള്ള മിഡിൽ റീജിയനിൽ ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് കൊണ്ട് അവ മൈനസ് ചെയ്യണം. അതുകൊണ്ടാണ് σ1-σ2/2ε0 വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. രണ്ടിൻ്റെയും ചാർജ് ഡെൻസിറ്റി സെയിം ആണെങ്കിൽ, അതായത് σ1ഉം σ2ഉം ഈക്വൽ ആണെങ്കിൽ അന്നേരം എന്ത് സംഭവിക്കും? അന്നേരം ഈ മിഡിൽ റീജിയനിൽ, റീജിയൻ 2-ൽ σ - σ ക്യാൻസൽ ചെയ്ത് 0 ആകും. അപ്പോൾ ഈ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആകും. ഈ മിഡിൽ റീജിയൻ ലെഫ്റ്റിലും റൈറ്റിലും σ + σ എന്ന് എഴുതാൻ 2σ/2ε0 എന്ന് വരും. 2 വെട്ടിപ്പോയിട്ടത് σ/ε0. ഇനി ഒരു കേസ് കൂടെ നമുക്ക് എടുക്കാം. ഒരു ഷീറ്റ് പോസിറ്റീവും ഒരു ഷീറ്റ് നെഗറ്റീവും ആകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇതും കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ എടുത്താൽ മതി. ഡയറക്ഷൻ നോക്കി ആഡ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡയറക്ഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് ആദ്യം റീജിയൻ 1 എടുക്കാം. റീജിയൻ 1-ൽ ഫസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 ഡയറക്ഷൻ പോസിറ്റീവ് ഷീറ്റിൽ നിന്ന് പോയിന്റിലേക്ക്, അതായത് ലെഫ്റ്റിലേക്ക്. പക്ഷേ രണ്ടാമത്തെ ഷീറ്റ് ഇവിടെ നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് ഷീറ്റിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോയിന്റിൽ നിന്ന് ഷീറ്റിലേക്കായിരിക്കും, അതായത് റൈറ്റിലേക്കാണ് ഇവിടെ വരുന്നത്. ഈ പോയിന്റുകളിൽ നിന്നെല്ലാം ഷീറ്റിലേക്ക്, റൈറ്റിലേക്കാണ്. ഇപ്പോൾ റീജിയൻ 1-നെ സംബന്ധിച്ച് E2 റൈറ്റിലേക്കും E1 ലെഫ്റ്റിലേക്കുമാണ്. ഇപ്പോൾ σ1 > σ2 തന്നെയാണെങ്കിൽ നമുക്ക് E=E1 - E2 എന്ന് എഴുതണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു σ1 - σ2/2ε0. ഇതാണ് ഇക്വേഷൻ, σ1 - σ2/2ε0. ഇനി ഇവിടെ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ കേസ് കൂടെ ചെയ്തിട്ടുണ്ട്. σ1ഉം σ2ഉം ഈക്വൽ ആയാൽ, അത് രണ്ടിനും ഒരേ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ, അതാണ് ഇവിടെ +σ and -σ എന്ന് കാണിച്ചിട്ടുണ്ട്. ഒരേ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ അന്നേരം ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ആൻഡ് ടോട്ടൽ ഫീൽഡ് വിൽ ബിക്കം ഈക്വൽ ടു 0. റീജിയൻ 3-ലും അതുപോലെ. റീജിയൻ 3 ഒന്ന് നോക്കാം നമുക്ക്. റീജിയൻ 3-ൽ ഫസ്റ്റ് ഷീറ്റ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഷീറ്റിൽ നിന്ന് പോയിന്റിലേക്ക്, റൈറ്റിലേക്ക്. ഈ രണ്ടാമത്തെ ഷീറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? പോയിന്റിൽ നിന്ന് ചാർജിലേക്ക്, നെഗറ്റീവ് ചാർജിലേക്ക്, അതായത് ലെഫ്റ്റിലേക്ക്. അപ്പോൾ E1 റൈറ്റിലേക്കും E2 ലെഫ്റ്റിലേക്കുമാണ്. E1 > E2 ആണെങ്കിൽ ടോട്ടൽ ഫീൽഡ് E1 - E2 ആയിരിക്കും. ദാറ്റ് ഈസ് σ1 - σ2/2ε0 ആൻഡ് ഇറ്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ്. ഇനി ഇവിടെയും σ1ഉം σ2 ഈക്വൽ ആയിട്ടുള്ള സ്പെഷ്യൽ കേസ് വരുമ്പോൾ ദാറ്റ് വിൽ ബിക്കം ഈക്വൽ ടു 0. അപ്പോൾ ഈ 0 എന്ന് എഴുതരുത് നിങ്ങൾ ആദ്യം. അത് നമ്മളൊരു സ്പെഷ്യൽ കേസായിട്ട് ഇഫ് σ1 = σ2 എന്ന് പറഞ്ഞിട്ട് =0 എന്ന് എഴുതുക. ഇവിടെയും അതുപോലെ. ഇനി ഇവിടെ നമുക്ക് മിഡിൽ റീജിയനോട് നോക്കാം. മിഡിൽ റീജിയനിൽ ഫസ്റ്റ് ഷീറ്റ് കൊണ്ടുള്ള ഫീൽഡ് പോസിറ്റീവ് ഷീറ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. അതുപോലെ സെക്കൻഡ് ഷീറ്റ് നെഗറ്റീവ് ആണ്. മിഡിൽ റീജിയൻ ഇവിടെയാണ് വരിക. അപ്പോൾ ഈ പോയിന്റുകളിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക്, അതായത് നെഗറ്റീവ് ഷീറ്റിലേക്ക്, അവിടെയും ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. അപ്പോൾ E1ഉം E2ഉം ഇവിടെ ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഫീൽഡ് കിട്ടാൻ അത് രണ്ടും കൂടി ആഡ് ചെയ്യണം. E1 + E2 ആണ് ടോട്ടൽ ഫീൽഡ്. സോ വി ക്യാൻ റൈറ്റ് ഈക്വൽ ടു σ1 + σ2/2ε0. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ. ഇനി സ്പെഷ്യൽ കേസ് വരുമ്പോഴാണ്, അതായത് σ1 = σ2 = σ അങ്ങനെ എഴുതുമ്പോൾ σ + σ2 σ വരും. 2ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ σ/ε0. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസാണ്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അത് അങ്ങനെ ഇവിടെ വരെ എഴുതിയാൽ മതി. പിന്നെ അതിൻ്റെ ഇഫ് σ1 = σ2 = σ എന്ന് എഴുതിയിട്ട് ഇതെഴുതുക, = σ/ε0.
ഇതാണ് രണ്ട് ഓപ്പോസിറ്റ് ചാർജുള്ള ഷീറ്റുകൾ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ. രണ്ട് ഷീറ്റുകളും ഒരേ ചാർജ് ഡെൻസിറ്റി ഉള്ള ഓപ്പോസിറ്റ് ചാർജുള്ള ഷീറ്റുകളാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, സെക്കൻഡ് ഷീറ്റിൻ്റെ റൈറ്റിലേക്കും ഫസ്റ്റ് ഷീറ്റിൻ്റെ ലെഫ്റ്റിലേക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആകുന്നു. പക്ഷേ ഈ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ σ/ε0 ആണ്. ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എല്ലാ പോയിന്റുകളിലും. ഈ റീജിയനിലെ എല്ലാ പോയിന്റുകളിലും ഫീൽഡിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, ഡയറക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് ഒരു എക്സാമ്പിളാണ് ഈ ഒരു കേസ്. അതായത് രണ്ട് ഷീറ്റുകൾ, ഒന്ന് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഉള്ളതും അടുത്തത് നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ഉള്ളതുമാണ്. ഈ ഷീറ്റുകളിൽ ഒരേ ചാർജ് ഡെൻസിറ്റി ഉള്ള ഷീറ്റുകളാണെങ്കിൽ ഇവയ്ക്കിടയ്ക്കുള്ള റീജിയനിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് ഷീറ്റുകളുടെയും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമുള്ള റീജിയനിൽ ഫീൽഡ് 0 ആയിരിക്കും. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓൾസോ. ഇത്രയാണ് ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ. ഗോസ് തിയറും അതിൻ്റെ ആപ്ലിക്കേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് എപ്പോഴും എക്സാമിന് വരുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസും അതുപോലെ ഗോസ് തിയറും പ്രൂഫും ഒക്കെ നിങ്ങൾ പഠിക്കും. ഏകദേശം ഇതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു എന്നോർത്ത് പഠിച്ചിട്ടില്ലായിരിക്കും ചിലർ. പക്ഷേ അത് നിങ്ങൾ ഇനി ഒന്നുകൂടെ റിവിഷനൊക്കെ ചെയ്ത് നമുക്ക് പഠിക്കണം. അതിനുശേഷം നമുക്കൊരു ചെറിയ ടെസ്റ്റ് പേപ്പറും ഒക്കെ നടത്തണം. എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്നുള്ളൂ.